അമരാവതി റോഡിലെ തകർന്ന സ്ലാബ് മുഹമ്മദ് ഷിയാസ് MLA ഇടപെടലിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഫോർട്ട് കൊച്ചി അമരാവതി റോഡിലെ ഓടയ്ക്ക് മുകളിലെ തകർന്ന സ്ലാബുകൾ മൂലം അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ പരിഹാരത്തിനായി മുഹമ്മദ് ഷിയാസ് MLA ഇടപെടൽ. ഇതിനെ തുടർന്ന് തകർന്ന സ്ലാബുകൾ മാറ്റി ഓടയുടെ അറ്റകുറ്റപ്പണികൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചു. വെളി ജംഗ്ഷനും അമരാവതി മുസ്ലിം പള്ളിക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഓടയും സ്ലാബും തകർന്നത് മൂലം അപകടം പതിവായി മാറിയത്. ഈ റോഡ് ഇടുങ്ങിയതായതിനാൽ വലിയ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് മാത്രമാണ് സഞ്ചാര അനുമതിയുള്ളത്. ഇടുങ്ങിയ റോഡിൽ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഒതുക്കി നിർത്തിയാൽ മാത്രമേ ബസ്സുകൾക്ക് കടന്നു പോകുവാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസം തകർന്ന സ്ലാബിൽ തട്ടി കുഞ്ഞുമായി ഇരുചക്ര വാഹനത്തിലെത്തിയ വീട്ടമ്മ ബസ്സിനടിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. മാത്രമല്ല നിരവധി പേർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. വിഷയം മുഹമ്മദ് ഷിയാസ് MLA ശ്രദ്ധയിൽപ്പെടുകയും അടിയന്തര നടപടി വേണമെന്ന് പൊതുമരാമത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനെ തുടർന്ന് പൊതുമരാമത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും തകർന്ന ഓട നന്നാക്കി സ്ലാബുകൾ മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയുമായിരുന്നു. അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കി സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ, കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.